നമ്മളെ ബിബിന്റെ ഹൗസ് വാമിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കണം. പോണ സമയമാണെങ്കിലോ രാത്രി 10 മണി കഴിഞ്ഞു. 10 മണിക്ക് ഷോപ്പ് അടിച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. ഞാനാണ് ഈ കാറും കൊണ്ടല്ല വന്നിക്കണം, ബൈക്കും കൊണ്ടാ പോകുന്നത്. അങ്ങനെ പോകാൻ വേണ്ടി ഒരു ഓട്ടോ ഒക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തു. അങ്ങനെ വണ്ടിയൊക്കെ ഒന്ന് പോകാൻ നിന്നപ്പോൾ മനസ്സിലാണ് പടച്ചോനെ ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ, വെറും കൈയോടെ എങ്ങനെ ഒരു പെരുക് കയറിച്ചു. അങ്ങനെ 90 മിനിറ്റിൽ വണ്ടി ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഓല് പറഞ്ഞു ഞങ്ങൾ പൊതിഞ്ഞ് തരാം. അതിനിടക്കാണ് നമ്മൾ അലിയും സനുവും പാടാ ഒരു ബൈക്ക് പോകല്ലേ, ഒരു സ്പ്രേ കടിച്ചിട്ട് പോകാന്നാണ് അവിടെ കിടക്കണം. സ്പ്രേ ഒക്കെ എടുത്ത് ആ കടിച്ച് നിരത്തണം. ഓൾക്ക് പിന്നെ പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ലല്ലോ, പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് നീങ്ങി. അവിടെ നിന്നാണെങ്കിലോ അതിന്റെ ഓരോ കോപ്രായങ്ങൾ. അങ്ങനെ നമ്മളെ ഫണ്ടർ കൃഷ്ണ കാർഡ് കേൾപ്പിച്ച് പോയി. നമ്മളെ സാധനം ആണെങ്കിലോ കാർഡിന്റെ ഒരു പരസ്യം പൊട്ടും. അങ്ങനെ നമ്മളെ കൃഷ്ണ പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞാലോ ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങി നിൽക്കണം. എന്നിട്ട് കോട്ടിക്കടി കൊണ്ട് മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. നമ്മൾ അലിയാണെങ്കിലോ ആ കുപ്പൊക്കെ ഇങ്ങനെ പൊന്തിച്ചോ കൊണ്ടു ഓന്റെ കാട്ടിക്കോട്ടിലാണ്ട് ബില്ലും ഓന സെറ്റിൽ ചെയ്യുന്നത്. നമ്മളെ കൃഷ്ണയാണെങ്കിലോ നമ്മളെ നേപ്പാളി ചേച്ചിനോട് എന്തൊക്കെയോ പറയുന്നത് ഫാസ്റ്റ് ആക്കി തരും എന്നൊക്കെ പറയുന്നത്. എല്ലാം കഴിഞ്ഞപ്പോൾ അലിന്റെയും കുപ്പിന്റെയും മാറ്റി പരസ്യം പൊട്ടും. ഏതായാലും നമ്മളെ ഗിഫ്റ്റ് ഒരു പോയിന് രാന്ന് പറഞ്ഞു. ഏതായാലും അതുപോലെ തന്നെ കൊടുത്തു. നമ്മൾ അലിക്കാണെങ്കിലോ ആ കുപ്പിമെന്ന് വേറിട്ട് നിൽക്കാൻ തന്നെ വെച്ചാൽ എവിടെ പോയി ചങ്ങായി ഇങ്ങനെ തന്നെ അവന്റെ കീർക്ക് മാറുന്നില്ല. നമ്മൾ അലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് തന്നെ വണ്ടി നിന്ന് തയ്ക്കില്ല, പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകാൻ അവൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കാത്തിരിപ്പായി. നമ്മളെ പെട്ടിപ്പൊതിന താത്തയാണെങ്കിലോ വളരെ സ്ലോ ആണ്. ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചാലോ താത്ത പിന്നെ ഓൾക്ക് മറുപടി കൊടുക്കാൻ നിൽക്കണം. പെട്ടിപ്പൊതിയിൽ നടക്കണില്ല. ഏതായാലും നമ്മൾ പറഞ്ഞ് താത്ത കുറച്ച് ഫാസ്റ്റ് ആക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മളെ സാധനം റെഡി ആയി കിട്ടി. അൽഹംദുലില്ലാഹ്. ഹൈർ ദൂരം കുറച്ച് പോകാൻ, പിന്നെ നമ്മളെ ഓട്ടോക്കാരന്റെ സ്വഭാവം കുറച്ച് മാറാൻ തുടങ്ങിയാണ്. കുറെ നേരമായില്ലേ പാവം കാത്തുക്കാൻ തുടങ്ങിയിട്ട്. ഏതായാലും പെട്ടിയും കുപ്പിയൊക്കെ താങ്ങി പിടിച്ച് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മളെ വണ്ടി പതുക്കെ ഓടി തുടങ്ങി. വണ്ടിയിൽ നിന്ന് ഞങ്ങളെ തീറ്റിയും തുടങ്ങി. നമ്മൾ അലിയാണെങ്കിലോ അല്ല കോയിപ്പയും കയറി അടങ്ങി തന്നെ ഇരിക്കണില്ല. അന്ന് ഇന്ത്യന്റെ ക്രിക്കറ്റ് മാച്ച് ഉണ്ടായതുകൊണ്ട് കുറച്ചു അത് കണ്ടങ്ങനെ ഇരുന്നു. എന്തെങ്കിലുമൊക്കെ നേരം പോക്ക് വേണ്ടേ, 1 മണിക്കൂറിന് മേലെ യാത്ര ഉണ്ട്. നമ്മളെ സനുമാമനാണെങ്കിലോ മുമ്പത്തെ സീറ്റേ പറ്റുള്ളൂ. ആള് പിന്നെ നമ്മൾ ഡ്രൈവറോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് തള്ളി മാറി. ഡ്രൈവറും പിന്നെ നല്ല കട്ടക്ക് കത്തിയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ദൂരം കുറച്ചുകൂടി ബാക്കി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ കുറച്ചു ലൂഡോ കളിച്ചു. ശ്രദ്ധ മുഴുവൻ ഗെയിമിലായതുകൊണ്ട് തന്നെ എത്തിയത് അറിഞ്ഞില്ല. അങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി ഏതായാലും അവിടെ എത്തിട്ടോ. പിന്നെ നടു റോട്ടിൽ എത്തേണ്ട ഓഞ്ഞൊരു ബന്ധം പുലർത്തലും. ഏതായാലും നല്ല ഇരുട്ടിലൊരു ഊടുവായി കൂടെ പോയി വീട് എത്തിട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ ചെറുക്കന്റെ കൊട്ടാരം. കുറെ കാലം ആഗ്രഹിച്ച് പൂതി വെച്ച് ഉണ്ടാക്കിയ സാധനം കേട്ടോ. അല്ലാണെങ്കിലോ നമ്മൾ ഈ ഗിഫ്റ്റും പെട്ടുകൊണ്ട് കുടിക്കണം. എന്താ അത് കാട്ടുന്നില്ല. ഏതായാലും നമ്മളെ ചെറുക്കനെ പെട്ടാണ് ഏൽപ്പിച്ചു. നമ്മളെ ബിബിന്റെ അമ്മ 200 കുട്ടികളെ എന്ന് പറഞ്ഞപ്പോത്തിന് ആ പോണ് അലി കസാലി കുറിച്ച് പിന്നെ അവിടെ കുറച്ചെല്ലാം സൊറയും പറഞ്ഞിരുന്നു. ബിബിന്റെ അമ്മയാണെങ്കിലോ എന്നാ കുട്ടികളെ എത്തുന്ന കുടിച്ചോടി കുറച്ച് കട്ടൻ ചായ. അങ്ങനെ ഞമ്മക്കല്ല ചോറും കൂട്ടാനൊക്കെ ബിബിൻ ടേബിൾമ നിരത്താൻ തുടങ്ങി. അലിയും സനും കൂടി അത് വിളമ്പാനും തുടങ്ങി. അങ്ങനെ ചോറുന്നലും കുറ്റം പറച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏതായാലും അവിടെ നിന്ന് ദൂരം കുറെ പോകാനുള്ളതുകൊണ്ടേ ഞങ്ങൾ വല്ലാതെ വേഗിച്ചില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.